എൻ്റെ പേര് നൈസി. എൻ്റെ വീട് ചമ്പന്നൂർ. എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കാൽമുട്ടിൽ വേദനയുണ്ടായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാൽമുട്ട് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ചാടിയാണ് സ്റ്റെപ്പ് ഇറങ്ങാറ്. അങ്ങനെ ഞാൻ 2019 ഉടമ്പടി എടുത്ത ആളാണ്. അതിനുശേഷം എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം തേക്കും, അപ്പോൾ മാറും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഒരു വർഷമായിട്ട് എനിക്ക് മുട്ടുകുത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കസേരയിലാണ് ഇരിക്കാറ്. അങ്ങനെ ഒരു ദിവസം കൃപാസനത്തിൽ വന്നപ്പോൾ എനിക്ക് നിത്യാരാധന ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരും മുട്ടുകുത്തുമ്പോൾ എനിക്ക് മുട്ടുകുത്താൻ പറ്റാത്തതിൽ. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ മുട്ടുകുത്തിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മുട്ടുവേദന പൂർണ്ണമായും മാറിയിരിക്കുന്നെന്ന്. ഞങ്ങളുടെ വീട്ടിൽ കുടുംബയോഗം നടക്കുന്ന സമയമായിരുന്നു. എനിക്ക് ബൈബിൾ വിചിന്തനം കാണാതെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് നല്ല സ്റ്റേജ് ഫിയറാണ്. ഞാൻ പേപ്പർ നോക്കി വായിക്കും, പക്ഷേ കാണാതെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ 3 പേജോളം പേപ്പറിൽ എഴുതിയെടുത്തു. ഞാൻ 1-2 സെൻറ്റൻസ് 4-5 പ്രാവശ്യം വായിച്ചു നോക്കി. എൻ്റെ തലയിലൊന്നും കയറുന്നുണ്ടായിരുന്നില്ല, വായിക്കാനും നേരം കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, മാതാവേ, എന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാറ്റിക്കല്ലേ, എനിക്ക് നന്നായി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറയാൻ സാധിക്കണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി മാതാവ് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസായിട്ട് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മാതാവ് തിരികെ പോയത്. അതിനുശേഷം എനിക്ക് നോക്കേണ്ടി വന്നില്ല എഴുതിയത്. എനിക്ക് നന്നായി കുടുംബ യൂണിറ്റിന് പറയാൻ സാധിച്ചു. അതിനുശേഷം അപ്പച്ചൻ എന്നോട് വന്ന് ചോദിച്ചു, നീ എപ്പോഴാണ് ഇത് പഠിച്ചതെന്ന്. ഞാൻ ഒന്നും പറയാൻ പോയില്ല. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു ആഗ്രഹം. ഞങ്ങളുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കുഴപ്പമുണ്ട്. അവന് ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത് ഒട്ടും ശ്രദ്ധ കിട്ടത്തില്ല. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് പരീക്ഷകൾക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ടീച്ചർമാർ വിളിച്ചിട്ട് പറഞ്ഞു, അവന് പരീക്ഷ എഴുതിപ്പിക്കാൻ പറ്റത്തില്ല, പരീക്ഷകൾക്ക് മാർക്ക് കുറവാണെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും മോനും കൃപാസനത്തിൽ വന്നപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ നെറ്റിയിൽ സൈത്ത് പൂശി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവന് കാശുരൂപവും തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ വിടാറ്. അങ്ങനെ പരീക്ഷയ്ക്ക് അവന് 86% മാർക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ മകന് തുമ്മലിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. മൂക്ക് ഉറച്ച് മൂക്കിൽ നിന്ന് ചോര വരും, അതും പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ സൈത്ത് പൂശിയായിരുന്നു ജോസഫ് അച്ഛൻ. അതിനുശേഷം ചോര വന്നിട്ടില്ല. തുമ്മലിന് 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഒരു സ്ട്രിപ്പ് ഗുളിക കൊടുക്കുകയായിരുന്നു. ഇതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിൻ്റെ തൈലവും തേനും ഉപ്പും മാത്രമാണ് കൊടുക്കാറ്. ഗുളിക അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ തുമ്മൽ പൂർണ്ണമായി മാറിയിട്ടില്ല. മാതാവ് തന്നെ എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മകൻ്റെ കൈക്ക് 2 എല്ലും പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ 2 ഓപ്പറേഷൻ ചെയ്തിരുന്നു. അതിനുശേഷം പേടിയായിരുന്നു, ഇനിയും വീണ് കഴിഞ്ഞാൽ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന്. എല്ലാ ദിവസവും കൃപാസനത്തിൽ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും പ്രാർത്ഥിക്കും ഇതിനെക്കുറിച്ച്. അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോൾ അച്ഛനെ മുറ്റത്ത് വെച്ച് കാണാൻ പറ്റി, പ്രാർത്ഥിച്ചു. അതിനുശേഷം 8ാമത്തെ മാസം ഞങ്ങളുടെ മകൻ സൈക്കിളിൽ നിന്ന് നല്ല ഒരു വീഴ്ച വീണു. അന്ന് മോൻ വന്ന് എന്നോട് പറയാണ്, മമ്മി, ഞാൻ ആ കൈ തന്നെയാണ് കുത്തേണ്ടത്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ ആ കൈയല്ല കുത്തിയത്, മറ്റേ കൈയാണ് കുത്തിയത്. അന്ന് മാതാവ് ഈശോയും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒന്നും പറ്റാതിരുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മകന് +2 കഴിഞ്ഞിട്ട് മാതാവിനോട് ഈശോയോടും പറഞ്ഞ് ഒരു കോളേജിൽ ഞങ്ങൾ പൈസ കൊടുത്ത് അഡ്മിഷൻ മേടിച്ചായിരുന്നു. കോളേജിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ കോളേജ് അടിച്ചു പൂട്ടാൻ പോകുന്ന കോളേജാണെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ടായി. ഞാൻ അപ്പോൾ മാതാവിനോട് സങ്കടപ്പെട്ട് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു, മാതാവിനും ഈശോയ്ക്കും ഒരു പദ്ധതി ഉണ്ടാവും, ആ പദ്ധതി പോലെയാണ് നടക്കുകയുള്ളൂ. അങ്ങനെ അഡ്മിഷൻ ക്ലോസ് ചെയ്യണ ലാസ്റ്റ് ദിവസം ഇപ്പോൾ ഞങ്ങളുടെ മകൻ പഠിക്കണ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങളുടെ മകന് അവന് ഇഷ്ടമുള്ള വിഷയം അഡ്മിഷൻ മേടിച്ച് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞങ്ങൾക്ക് കാർ AC-യുടെ ഒരു കടയാണുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഇത്തിരി പൈസ സേവ് ചെയ്യ്, എവിടെയെങ്കിലും സ്ഥലം മേടിക്കാൻ. എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ എന്നെ ചീത്ത പറയുമായിരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഞാൻ എന്നും സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ
ഹസ്ബൻഡ് മനസ്സിലായി സ്ഥലം മേടിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന്. ഓരോ വർഷം കഴിയും തോറും വാടക കൂടി വരികയാണ്. അങ്ങനെ ആൾ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. മെയിൻ റോഡിൽ സ്ഥലം അന്വേഷിച്ചപ്പോൾ നല്ല പൈസയാവും. അങ്ങനെ ആൾ ഉള്ളിലെ റോഡുകളിൽ സ്ഥലം അന്വേഷിച്ച് തുടങ്ങി. പക്ഷേ കുറേ അന്വേഷിച്ചിട്ടും എങ്ങും കിട്ടിയില്ല. പിന്നെ എനിക്ക് തോന്നി ഒന്ന് ഉടമ്പടിയിലെ സ്ഥലത്തിനെ കുറിച്ച് വച്ചേക്കാന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ സ്ഥലത്തിനെ കുറിച്ച് വച്ചു. അതിനുശേഷം 30ാമത്തെ ദിവസം മാതാവ് ഞങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തന്നു. ഞാൻ മാതാവിനോട് 5 സെൻറ്റ് ഭൂമിയാണ് ചോദിച്ചത്. 5 സെൻറ്റിൽ കൂടുതൽ ഭൂമി മാതാവ് തന്നെ അനുഗ്രഹിച്ചു. ഈ സ്ഥലം മേടിക്കാനായിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്നത്ര ചിട്ടിയോ ലോണോ തന്ന് സഹായിക്കാനായിരുന്നു മാതാവിനോട് അപേക്ഷിച്ചത്. അതിനുശേഷം മാതാവ് ഞങ്ങൾക്ക് കൂടുതൽ വരുമാനവും പുതിയ ചിട്ടികളും മാതാവ് തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു. ഈ സ്ഥലം മേടിക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ എൻ്റെ ഹസ്ബൻഡിന് 6-7 പ്രാവശ്യം വയ്യാതെയായി. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ പ്രശ്നമുണ്ടായി. എൻ്റെ ഹസ്ബൻഡ് പണിയെടുക്കണ വലത്തെ കൈക്ക് തന്നെ പ്രശ്നമുണ്ടായി. ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും മാതാവ് ഒരു ദിവസം പോലും ചിട്ടി മുടങ്ങാനോ മാതാവ് ഞങ്ങളെ അനുവദിച്ചില്ല. ഈ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ ഒരു പേപ്പർ ശരിയാവാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ ഇത്രയും വൈകിയത്. ഈ ദിവസങ്ങളിൽ തന്നെ മാതാവ് അത് ഒരുക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സ്ഥലത്ത് ഞങ്ങൾ കടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കെട്ടിടം പണിയുന്നുണ്ട്. മാതാവ് ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറ്, അനാഥാലയത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാറുണ്ട്, പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ പത്രത്തിൽ ചികിത്സാ സഹായം എന്നോട് സഹായം ചോദിച്ച് വരുന്നവർക്ക് ഞാൻ എന്നിൽ പാടുള്ളത് പോലെ കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറ്. ഞാൻ പത്രം ബസ്സിലും റോഡുകളിലും ആശുപത്രികളിലും ഒക്കെയാണ് കൊടുക്കാറ്. ആത്മീയമായി ഞാൻ ആദ്യം ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു കുർബാനയ്ക്ക് കൂടാറുള്ളത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുർബാനയിൽ കൂടാനും ജപമാല ചൊല്ലാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ജോസഫ് അച്ഛന് ഇനിയും ആയുരാരോഗ്യവും ദീർഘായുസ്സും ഇനിയും ആയിരങ്ങളുടെ കണ്ണീരൊപ്പാൻ സാധിക്കട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി, 1000 സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. നൈസിയുടെ വളരെ ശക്തമായിട്ടുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. നൈസിക്ക് ജീവിതത്തിൽ എപ്പോഴെല്ലാം തകർച്ചകൾ അനുഭവപ്പെട്ടു അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ് ഏറ്റവും വലിയ ആശ്വാസമെന്ന് ഇവിടെ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു. നൈസിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു കാൽമുട്ടിനുണ്ടായ ഒരു വേദന. ശരിക്ക് നിവർന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ചാടിക്കൊണ്ടാണ് ഈ സഹോദരി നടന്നിരുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ചാടി നടന്നിരുന്ന നൈസി ഇന്ന് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളുടെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതം മൂലം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരിക്ക് വളരെ പെട്ടെന്ന് തന്നെ സാക്ഷ്യത്തിലൂടെ സൗഖ്യമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ നാലാളുടെയും നേരെ മുന്നിൽ നിന്ന് സംസാരിക്കുവാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ളൊരു ചാൻസ് വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ തന്നെയാണ് ഈ മകൾ സമീപിച്ചത്. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പരിശുദ്ധ അമ്മ ഈ മകളെ അടുത്തിരുന്ന് പഠിപ്പിച്ച് വളരെ കൃത്യമായൊരു വാക്കുപോലും പേപ്പറിൽ നോക്കാതെ വളരെ നന്നായി തന്നെ ആ പ്രസൻറ്റേഷൻ കുടുംബ യൂണിറ്റിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് മക്കൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ധൈര്യം തരുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ്. തനിക്ക് എന്തൊരു മെറിറ്റ് ഇല്ലാത്തൊരവസ്ഥയിലും പരിശുദ്ധ അമ്മ നമുക്ക് കൃപ നൽകി സംരക്ഷിക്കുന്ന ഒരു വലിയ അനുഭവം ഈ മകൾക്കുണ്ട്. മകൻ്റെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയിൽ യാതൊരു മെറിറ്റും ഇല്ലാതിരുന്ന സമയത്ത് സ്കൂൾ അധികൃതർ ഇവരോട് പറഞ്ഞു, മകനിപ്പോൾ പരീക്ഷ എഴുതാൻ സാധിക്കില്ല, പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് 86% മാർക്കിലേക്ക് ഈ മകനെ ഉയർത്തി. അവൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും ഈശോ എടുത്തു മാറ്റി അവന് സൗഖ്യം നൽകി നന്നായി കൂടുതൽ നല്ല ഉന്മേഷത്തോടുകൂടി പഠിക്കുവാനുള്ള എല്ലാ കൃപകളും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ എല്ലാ തുമ്മലും അലർജി രോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എടുത്തു മാറ്റി സൗഖ്യം നൽകിയതായി സാക്ഷ്യപ്പെടുത്തുന്നു.
വളരെ വലിയ സാമ്പത്തിക തളർച്ചകളുണ്ടായപ്പോഴെല്ലാം തന്നെ ഈ മകളുടെ വലിയൊരു ആശങ്കയായിരുന്നു, എനിക്ക് ചിട്ടിയോ അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളത്. കുടുംബനാഥൻ്റെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ വളരെ അന്നന്നത്തെ അപ്പം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ നൽകി. അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതത്തിനായി ഇന്ന് പരിശുദ്ധ അമ്മ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മകൾ വളരെ വിശ്വസ്തയാണ്, വിശ്വാസത്തോടെയാണ് ഇപ്പോൾ മുന്നേറുന്നത്. കാരണം എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ ശരിയാക്കി തരുമെന്നുള്ള ഉറച്ച ബോധ്യം ഓരോ ഉടമ്പടി മക്കളിലുമുള്ള ഒരു വലിയ വിശ്വാസം അതാണ്. വിശ്വസ്തതയുള്ളവരെല്ലാം വിശ്വാസത്തോടുകൂടി മുന്നേറുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നൈസിയുടെ ഈ നല്ല പ്രത്യക്ഷീകരണ സാക്ഷ്യത്തോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.